അങ്ങനെ നമ്മുടെ പൂഞ്ഞാർ പുലി എന്ന് വിളിക്കപ്പെടുന്ന PC ജോർജ് പുറത്തിറങ്ങി എന്ന് പറയുന്നത് ജയിലിൽ നിന്നല്ല, നമ്മുടെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങി. PC അകത്ത് കിടക്കണമെന്നൊക്കെ ആശിച്ച പലരും നിരാശരായ ഒരു കഥയാണ് PC ജോർജിന്റെ ഈ ലേറ്റസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ്. PC ജോർജ് ഇനിയായിരിക്കും ശരിക്കും ഒരു പകയോടുകൂടി ഇറങ്ങിക്കളിക്കാൻ തോന്നുന്നു. കാരണം പിന്നെ ഈ ഇതിനെന്തിനായാലും BJPക്കാരുടെ ഒരു സപ്പോർട്ട് അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം എനിക്ക് ഈ ഇതിനകത്ത് BJPക്കാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആദ്യം ഒന്ന് പുറകിലേക്കൊന്നും മാറി നിന്നിരുന്നു. അതെ, അദ്ദേഹം കോടതി ചെന്നപ്പോഴും BJPക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് മൈൻഡ്, മതേതരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് BJP അല്ല, പക്ഷേ അല്ല ഏതൊരു പാർട്ടിക്കാണെങ്കിലും കേരളത്തിലുണ്ട്. അപ്പൊ ഈ PC ഇത് ഇവിടെയുള്ള എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോക്ക്, ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പരാമർശം തെറ്റാണ്. അത് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു. പക്ഷേ എന്നിട്ടും BJPയുടെ സ്ഥായി പറഞ്ഞ പോലെ ആൾക്കാരുണ്ടായിരുന്നു കൂടെ. ഹരി അടക്കമുള്ള ആളുകൾ ഈ അറസ്റ്റിന് മുമ്പ് തന്നെ ഈ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള BJP നേതാക്കൾ അടക്കം അവിടെ ക്യാമ്പ് ചെയ്തതും പ്രവർത്തകർ വന്നു നോക്കിയാണ് പോലീസിനെ ആശങ്കപ്പെടുത്തിയത്. ഇപ്പൊ നമ്മൾ ആ കഴിഞ്ഞ കഥയിലേക്ക് പോകണ്ട, നമ്മളെല്ലാവരും കണ്ടതാണ്. ഇറങ്ങിയ PC ഇതുവരെ അകത്ത് പോവാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് പ്രാർത്ഥിച്ച് ഒരുപാട് പേര് പ്രതീക്ഷിച്ച PC അകത്ത് പോവാതെ ആശുപത്രിയിലൊക്കെ കിടന്ന് തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ കോട്ടയത്ത് പാലായിലുള്ള അദ്ദേഹത്തിന്റെ ഈ ആശുപത്രിയൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നല്ല ശക്തനായിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. മത തീവ്രവാദത്തിനും രാജ്യദ്രോഹികൾക്കുമെതിരെ ഉള്ള പോരാട്ടത്തിലേക്കാണ് PC എന്നും പറയുന്നുണ്ട്. അങ്ങനെ PC ഒരു പോരാട്ട വീര്യത്തോടു കൂടി തിരിച്ചു വരുമ്പോൾ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക? ഇനിയും ഇതുപോലെ അറസ്റ്റും കേസും ഒക്കെ ഉണ്ടാവുമോ? PC ആണ്, PCയുടെ നാവ് കൊണ്ടുള്ള പറച്ചിലാണ്, അതുകൊണ്ട് എന്താവും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അല്ല, ഇവിടെ ഒരു വിഭാഗം പ്രസംഗി എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഓൾറെഡി. അങ്ങനത്തെ ഒരു ആൾക്കാരുടെ സപ്പോർട്ട് ചിലപ്പം PC ജോർജിന് ഉണ്ടായിന്ന് വരും. അല്ലെങ്കിൽ ചില കാര്യങ്ങളെയൊക്കെ എതിർക്കുന്ന, രാജ്യ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹമുണ്ട്. പ്രത്യേകിച്ച് ഈ വഖഫിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ആൾക്കാർ, അവരൊക്കെ എത്രത്തോളം ഈ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കോ, അല്ലെങ്കിൽ നമുക്കറിയാം കേരള കോൺഗ്രസ് എന്നും ക്രിസ്ത്യൻസിൻ്റെ കൂടെ നിന്ന് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അതിനകത്ത് കഴിഞ്ഞിട്ട് അതാണ് BJP മെർജ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ന്യൂനപക്ഷക്കാരന് ഇവിടെ BJP നേതൃത്വത്തിലോട്ട് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത വളരെ നല്ല നിലയിലൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ളത്. ഇപ്പം PC ജോർജിന് സംസ്ഥാന നേതൃസ്ഥാനത്തോട്ട് എത്താൻ നല്ല സാധ്യത. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുകയാണ്. അതെ, ഇനിയുള്ള ഒരു പുനഃസംഘടനയിൽ അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് കേമനാണ് എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഈ നമ്മുടെ മാസപ്പടി വിവാദം, SFI അന്വേഷണം കൊണ്ടുവന്നത് ഇത് ഷോണാണ് എന്ന് വെച്ചാൽ അത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയുള്ള ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നത് ഷോണാണ്. ഈ മാത്യു കുഴലാണ്ടൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഷോണാണ് ഇതിന്റെ ഒരു ആത്യന്തികമായി പ്രവർത്തിച്ച ഒരാൾ. രണ്ട്, നമ്മുടെ വഖഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ മുനമ്പത്ത് പോകുമ്പോഴും അവരൊക്കെ പറയുന്നത്, അവിടെ CPM-കാർ വരെ ഉണ്ട്, അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രവർത്തകരോ ഞങ്ങളുടെ പാർട്ടിക്കാരോ ഒന്നും നിൽക്കുന്നില്ല. മുനമ്പത്തിന്റെ അപ്പുറത്തേക്കുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെടാത്ത ആളുകൾ നിൽക്കുന്നില്ല. കോൺഗ്രസിലെ ആളുകളും ഈ പറയുന്ന പോലെ ഞങ്ങൾ നാളെ വരാം, ഇന്ന് സമയമില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയും ചാടാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അവിടെ ഇതെങ്ങനെയാണെന്നുള്ളതും ഇത് കൃത്യമായി എങ്ങനെ പോകണം എന്നുള്ളതും ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വരെ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെ നേരിടണം എന്നുള്ളതല്ല. ഷോൺ ജോർജിൻ്റെ ഒരു ഐഡിയ അതിൻ്റെ അകത്ത് വൻതോതിലുണ്ട്. ഈ ഷോൺ ജോർജിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളിൽ. BJPയുടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഷോണിന് സ്ഥാനമുണ്ട്. ഇപ്പോൾ PC-യുടെ കാര്യമാണെങ്കിലും ഷോൺ എപ്പോഴും PC ജോർജ് പറഞ്ഞത് ശരിയാണ് എന്ന് പൂർണ്ണമായും ഷോൺ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുവാൻ കൈപിടിച്ച് ഉയർത്തിയ ആളാണ്. എന്നാൽ അതിന്റെ എല്ലാ ബഹുമാനത്തോടും കൂടി PC-യെ തള്ളാതെ കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു മകനാണ്, രാഷ്ട്രീയക്കാരനാണ് ഷോൺ. നമ്മളത് വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇനി പൂഞ്ഞാറിൽ ഇനി PC മത്സരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് ഇദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നത് പാല ആണെന്നാണ്. അവിടെ ഒരു പാലാ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഇദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു
ഒരു വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ PC സ്വതന്ത്രനായി നിന്നെടുത്ത് ഷോൺ ജോർജിന് BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ക്രിസ്ത്യൻ വോട്ടുകൾ വിഘടിച്ചു പോയ അവസ്ഥ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പാലായിലോ അതുപോലെ പൂഞ്ഞാറിലോ ഷോണിന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സരിച്ചാൽ വിജയ സാധ്യതയുണ്ട്. അതിനുള്ള ടെക്നിക്കുകൾ ഷോണിൻ്റെ കയ്യിലുണ്ട്. PC-യുടെ മകനാണ്. PC-യെ മുൻനിർത്തിക്കൊണ്ട് ഷോണിൻ്റെ തേരോട്ടമായിരിക്കുമോ അത്, അല്ലെങ്കിൽ PC-യെ കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഷോണിൻ്റെ തേരോട്ടമാണെന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി PC ജോർജ് ഒരു ഇലക്ഷന് വരില്ല എന്നാണോ? വരും. അദ്ദേഹം ഒരു തീപ്പൊരി നേതാവായി നിന്നുകൊണ്ട് മകനെ മുന്നോട്ട് നിർത്താം. കാരണം ഇനി ഒരു ഇലക്ഷൻ അദ്ദേഹത്തിന് അവസാനമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായി പല പ്രശ്നങ്ങളുമുണ്ട്. ഈ പറയുന്ന പോലെ പഴയതുപോലെ നമ്മളൊരു 10-12 വർഷം മുമ്പ് കാണുന്ന PC-യുടെ ആ സംസാരത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഊർജ്ജമുണ്ട്. പക്ഷെ ശാരീരികമായി എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എന്നാലും PC-ക്ക് ഒരു സ്ഥാനം പാർട്ടിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ മാറ്റങ്ങൾ സ്ഥാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷന്റെ ഒക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയാണ് അപ്പൊ അങ്ങനെ വലിയൊരു കേന്ദ്രത്തിലെ ഒരു കമ്മീഷൻ സ്ഥാനം കിട്ടിയ അവിടുന്ന് കേരളത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയാണോ? ഇനിയിപ്പോ അത്തരത്തിലുള്ള PC-യുടെ ഒരു പ്രായം നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്ത് നിർത്താനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഷോൺ ജോർജ് ആയിരിക്കും. ഷോൺ ജോർജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രതിപക്ഷം ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ നിയമപരമായിട്ട് പണ്ട് ഈ നമ്മുടെ നവാബിനെയൊക്കെ പോലെ തന്നെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുകൾ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ആ കേസ് ഇപ്പം വീണ വിജയനെതിരെയുള്ള കേസ് പൊക്കിക്കൊണ്ടുവന്ന SFIയുടെ അന്വേഷണം വരെ എത്തിച്ചതും ഷോൺ ജോർജാണ്. ഇനിയിപ്പം മുനമ്പം മിഷി പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും ഷോൺ ജോർജിന് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിൽ നമ്മൾ ഈ പേര് പത്തനംതിട്ട അനിൽ ആന്റണി വരുന്നതിന് മുമ്പ് ഈ പേര് ചെറുതായിട്ടൊന്ന് കേട്ടതായിരുന്നു, ഷോൺ ജോർജിൻ്റെയോ PC ജോർജിൻ്റെ പേരുകളൊക്കെ. അപ്പോൾ അത് മാറി അവിടെ അനിൽ ആന്റണി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷോൺ ജോർജ് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന് നല്ലൊരു സാധ്യതയുണ്ട് അടുത്ത പ്രാവശ്യം ഷോൺ ജോർജ് പാലായിൽ നിന്ന് ജയിക്കാനല്ല ക്രിസ്ത്യൻ വോട്ടുകൾ വിഘടിപ്പിക്കാനെങ്കിലും പറ്റും. അങ്ങനെ വന്നാൽ അതിൻ്റെ നേട്ടവും കിട്ടാൻ പോകുന്നത് CPM-നായിരിക്കും. എന്തായാലും PC ഇവിടെ നിർത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നാളെയും PC ഈ പറയുന്ന രീതിയിലല്ലെങ്കിലും PC-യുടെ തന്നെ നിലപാടുകൾ കൃത്യമായി മുന്നോട്ട് അദ്ദേഹം അതുപോലെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ താക്കോലിടുവാൻ സാധിക്കുമോ ഇല്ലയോ, അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. കാരണം PC എവിടെയെങ്കിലും ചെന്നൊരു ചായക്കടയിൽ വർത്താനം പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. PC-യുടെ അത്രയും വാല്യബിൾ ആയിട്ടുള്ള വേർഡ്സാണ് PC-യുടെ. അപ്പോൾ എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. PC അങ്ങനെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അകത്ത് പോകുന്നുള്ള ഭീഷണിയിലൊന്നും നിൽക്കുന്ന ഒരാളല്ല. എന്തും സംഭവിക്കാം. PC-യുടെ കാര്യത്തിൽ കാത്തിരുന്ന് കാണാം. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.